നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു പ്രേത സംഭവ കഥയാണ്. പ്രേതമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ട് നമ്മൾ ഉപദ്രവിക്കുന്നതാണ്. നമ്മളെ കൊണ്ട് പല വൃത്തികേടുകളും കാണിക്കുന്നു, മറ്റുള്ളവർക്ക് ഉപദ്രവകാരിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെയുള്ളതാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം, പ്രേതങ്ങൾ. അപ്പം ഈ മിക്ക സംഭവങ്ങളും ഒരു പ്രേതം നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ഒഴിപ്പിക്കാൻ ഞങ്ങളെപ്പോലുള്ളവരുടെ സഹായം വേണ്ടി വരും. ഞങ്ങളെപ്പോലുള്ളൊരു മരണം ചിലത് ഒഴിഞ്ഞു പോകാറില്ല, ചിലത് ഒരുപാട് നഷ്ടങ്ങളും മാനഹാനികളും ഉണ്ടാക്കിയതിന് ശേഷമാണ് ഒഴിഞ്ഞു പോകുന്നത്. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാറുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ ഒരു ഭ്രാന്ത് പിടിച്ചിട്ട് ചികിത്സിച്ച് ഭേദമാക്കിയ ഒരാൾ, അയാൾക്ക് എപ്പോഴും ആ ഒരു പേര് വീഴും, മുമ്പ് ഭ്രാന്തനായിരുന്നു, ഇപ്പോൾ രക്ഷപ്പെട്ടതാണെന്ന്. അതുപോലെയാണ് ഇത്. ഈ പ്രേതം പിടിച്ചിട്ട് ഈ ബഹളങ്ങളൊക്കെ കാണിച്ച് ഇത് 10 പേര് അറിഞ്ഞു പോയാൽ പിന്നീട് ഇതെത്ര ചികിത്സിച്ച് അവർ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വന്നാൽ പോലും ഈ ഒരു കാര്യം എല്ലാവരുടെ മനസ്സിൽ നിൽക്കും. അത് വലിയ നാണക്കേടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നവർ, അത് പ്രേതബാധകൾ പിടിച്ചവരാരും പിന്നീട് ഇത് പുറത്ത് പറയാത്തത്. അല്ലെങ്കിൽ അങ്ങനെ വന്നു ഞങ്ങളെപ്പോലുള്ളവർ അവിടെ അത് പരിഹരിക്കാൻ ചെല്ലുമ്പോൾ പോലും അവർ രഹസ്യമാക്കി വെക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. വലിയ നാണക്കേടാണത്. അപ്പോൾ ഇത് പിടിച്ചാൽ ഏതെങ്കിലും വിധത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ കൂടി മാത്രമേ ഇതിനെ ഒഴിപ്പിക്കാൻ പറ്റൂ എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ എപ്പിസോഡുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രേതബാധകളെക്കുറിച്ചാണ്. ഞാൻ ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ്. വളരെ വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്ത്യ മൊത്തവും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3 സ്റ്റേറ്റിൽ മാത്രമേ പോകാനുള്ളൂ. ബാക്കി എല്ലായിടത്തും ഈ പ്രേതത്തിന് പിടിക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എപ്പിസോഡിൽ പറയുന്നത്, നമുക്ക് ഈ ഇതുപോലുള്ള പ്രേതങ്ങൾ നമ്മൾ പേടിക്കുകയോ അതിനെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് അതിൻ്റെ പുറകെ പോവുകയോ ഒന്നും നമ്മൾ ചെയ്യരുത്. നമുക്ക് മനോധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ നേരിടാം. ആരുടെയും സഹായമില്ലാതെ നമുക്കതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരുപാട് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് 1-2 ഉദാഹരണങ്ങളും മറ്റു പലർക്കും ഉണ്ടായിട്ടുള്ള, അതായത് ഇങ്ങനെ പ്രേതബാധ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രതിരോധം കൊണ്ട് മിക്കവാറും എൻ്റെ സഹായത്തോടു കൂടി എന്നോട് ഇവിടെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരുടെ അടുത്ത് ഞാൻ ആദ്യം പറയുന്നത്, വന്നിട്ടുള്ളവരിത് കേൾക്കണേ അവർക്കറിയാം, അത് ഞാൻ ഡോക്ടറെ കാണാനേ പറയുള്ളൂ. കാര്യം മാനസിക പ്രശ്നങ്ങളും ഇങ്ങനെ ഉണ്ടാകാം, പ്രേതം പോലെയൊക്കെ നമുക്ക് തോന്നാം. അപ്പോൾ ഡോക്ടർ വിചാരിച്ചാൽ അത് ഒഴിവാക്കാൻ പറ്റും. പ്രേതബാധയല്ല, മാനസിക പ്രശ്നമാണെങ്കിൽ. അതിലും തീർന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർ തേടി വരാവൂ. അപ്പോഴത്തേക്കും ഈ വരുന്ന ആളിനോട് ഞാൻ മനോധൈര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മനോധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ ഇതിനെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കും. ഇത് ഉറപ്പ് തന്നെയാണ്, 101% ഇത് ഉറപ്പാണ്. ഇതെല്ലാവർക്കും സാധിക്കാറില്ല. അങ്ങനെ മനോധൈര്യം കൊണ്ട് പ്രേതം പിടിച്ചിട്ടും രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ പറയാം. ഞാൻ പോയി എൻ്റെ അടുത്ത് പരിഹാരത്തിന് വന്നതാണ്. ഇപ്പോഴൊന്നുമല്ല, കുറച്ച് നാളങ്ങോട്ട്, അത് മുമ്പായതേ ഉള്ളൂ. അത് എൻ്റെ അടുത്ത് വന്നത് ഒരു പെൺകുട്ടി, 23-27 വയസ്സൊന്നും പ്രായം വരും, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പം അവരിലേക്കൊരു പ്രേതം പിടിച്ചിരിക്കുന്നു. ഈ പ്രേതം എവിടെ നിന്ന് പിടിച്ചു എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം അവരൊരു വീട് 10 വർഷമായിട്ട് ഒരു വീട്ടിൽ അവർ പുതിയൊരു വീട് വാങ്ങിച്ച് താമസിക്കണം. അപ്പം വീടും സ്ഥലത്തോടു കൂടിയാണ് അവർ വാങ്ങിച്ചത്. അപ്പോൾ അവിടെ താമസിച്ചിരുന്നവർ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വിറ്റിട്ട് പോയി. പിന്നെ വാടകക്കാരായിരുന്നു കുറേ നാളത്തേക്ക്. വാടകക്കാരൊന്നും അധികം നിലനിന്നില്ല. പിന്നെ അങ്ങനെ വന്നപ്പം അവർ വിൽക്കാൻ തയ്യാറായി. എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, ഇവർക്കത് വാങ്ങിക്കാൻ പറ്റി. ഇവർ വാങ്ങിച്ചു, അവിടെ താമസമാക്കി. അപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് 10, 13, 14 വയസ്സ് പ്രായമായതിനൊക്കെ ശേഷമാണ് അവിടെ വരുന്നത്. അപ്പം അവിടെ ഇവിടെ ഒന്ന് താമസമാക്കി കുറച്ച് നാൾ കഴിഞ്ഞാൽ പരിസരവാസികളൊക്കെ ആയിട്ട് നല്ല പരിചയത്തിലായപ്പോൾ തൊട്ടടുത്തുള്ളവരൊക്കെ പറഞ്ഞു, ഈ വീട് ഇത്തിരി പ്രശ്നമുള്ളതാണ്. ഇതിന് മുമ്പ് ഒരു 10, 17, 19, 20 വയസ്സിനകത്ത് പ്രായമുള്ളൊരു പെൺകുട്ടി പ്രേമ നൈരാശ്യം കാരണം തൂങ്ങി മരിച്ചിട്ടുണ്ട്. അതിന് അവിടെ ഒരു ഭാഗത്ത് അടക്കം ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു തെങ്ങോ എന്തൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ആരും പോയി ഇരിക്കാറില്ല. കാരണം തൊട്ടടുത്തുള്ളവരൊക്കെ, ഈ വാടകയ്ക്ക് താമസിച്ചിരുന്നവരൊക്കെ അവിടെ ഒരു രൂപം വന്ന് രാത്രിയൊക്കെ വന്ന് അസമയങ്ങളിൽ വന്ന് ഈ രൂപം നിൽക്കുന്നത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്, പേടിച്ചിട്ടുണ്ട്. അങ്ങനെ പലർക്കും ഇത് ബുദ്ധിമുട്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് വാടകക്കാർ പലരും ഒഴിഞ്ഞു പോയത്.
അതുപോലെ തന്നെ ഈ പരിസരവാസികളൊന്നും സന്ധ്യ കഴിഞ്ഞാൽ ഈ വീട്ടിൻ്റെ ഭാഗത്തേക്ക് നോക്കാറുമില്ല. ഇതൊന്നും ഈ വാങ്ങിച്ചവർക്ക് അറിയില്ലായിരുന്നു. ഏതോ ഒരു ബ്രോക്കറെ കൊണ്ടുവന്ന് കാണിച്ചു, പെട്ടെന്ന് അവരങ്ങ് വാങ്ങിച്ചു. വന്നതിന് ശേഷമൊക്കെയാണ്, താമസമാക്കി കുറച്ച് കഴിഞ്ഞ് ആ പരിസരവാസികളൊക്കെ നല്ല പരിചയമായതിനു ശേഷമാണ് ഇത് അറിയുന്നത്. അപ്പോൾ ഈ സംഭവമൊക്കെ വീട്ടിൽ എല്ലാവർക്കും ഈ പെൺകുട്ടിയൊക്കെ കേട്ടതാണ്. അപ്പോൾ ആ ഒരു ഭാഗം, ഈ പെൺകുട്ടി അടക്കം ചെയ്തിരിക്കുന്ന, ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടി അടക്കം ചെയ്തിരിക്കുന്ന ഭാഗത്താണ് ഈ രൂപം കാണുന്നത്. മറ്റൊരു ഭാഗത്തും കാണാറില്ല. അവിടെ വന്നിരിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെ താമസം ഒരു 10 വർഷത്തോളം പേര് മുന്നോട്ട് പോയി. എല്ലാം നല്ല കട്ട ധൈര്യമുള്ള ടീമുകളാണ്, അത് പറയാതിരിക്കാൻ നിവൃത്തില്ല കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്ത് വരുന്നു. ഈ പെൺകുട്ടി മിക്കവാറും ഈ രൂപത്തിനെ കണ്ടു തുടങ്ങി. അതായത് എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു 5-6 മാസം ആയി. അത് ഞാൻ പറഞ്ഞല്ലോ, 23-24 വയസ്സെന്തോ ഉണ്ട്, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ 6 മാസത്തോളമായി ഈ പെൺകുട്ടി ഈ രൂപത്തെ കാണുന്നു. എപ്പോഴും ആ കുഴിയിലവിടെ വന്ന് കുനിഞ്ഞിരുന്ന് മുടിയെല്ലാം പെരുത്തിട്ട് കുനിഞ്ഞിങ്ങനെ ഇരിക്കുന്നതായിട്ട് ഈ പെൺകുട്ടി കാണുന്നുണ്ട്. ഇവർക്ക് ആദ്യമൊന്നും പേടി തോന്നില്ല. വീട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ എല്ലാവരും, ഈ പെൺകുട്ടിയുടെ മുറി ഈ ഭാഗത്താണ്, ഈ അടക്കം ചെയ്തിരിക്കുന്നതിൻ്റെ ആ സൈഡിലുള്ള മുറിയാണ് ഈ പെൺകുട്ടിക്കുള്ളത്. ആ ഭാഗത്തൊരു ജനലുമുണ്ട്. അപ്പം ആ ജനൽ ഗ്ലാസ് ഇട്ടതാണ്. എന്തോ അവിചാരിതമായിട്ട് ഒരു ദിവസം ആ കർട്ടൻ എന്തോ മാറിക്കിടന്ന്, അപ്പം ജനൽ അടച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഗ്ലാസ്സിൽ കൂടി പുറത്ത് അവ്യക്തമായിട്ട് കാണാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു വെളുത്ത രൂപം, ഒരു വസ്ത്രം കൊടുത്തൊരു രൂപം അവിടെ ഇരിക്കുന്നതായിട്ട് പെൺകുട്ടി കണ്ടു. പെട്ടെന്ന് ഇവിടെ വന്ന് ജനൽ തുറന്ന് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരാളവിടെ ഇരിക്കുകയാണ്. ഒരു സ്ത്രീയാണ് ഇരിക്കുന്നത്, മുടിയൊക്കെ പിരുത്തിട്ടിട്ടുണ്ട്. കുറച്ചേരം ഈ പെൺകുട്ടി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ജനൽ അടച്ചു. അവൾക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. കാര്യം വെച്ചാൽ അച്ഛനും അമ്മയും ഒക്കെ ബാക്കിയുള്ളവരെല്ലാവരും ഞാൻ പറഞ്ഞില്ല, കട്ട ധൈര്യശാലികളാണ്. അതിന് ഇതൊരു 2-3 ദിവസം നിരന്തരം കണ്ടപ്പോഴത്തേക്ക് മറ്റുള്ളവരോട് പറഞ്ഞു ഇങ്ങനെ രൂപം കാണുന്നു. അപ്പോൾ കാണുന്നൊരു സമയമുണ്ട്, ആ സമയത്തിന് മിക്കവാറും കാണും. അങ്ങനെ വന്നപ്പം അവരെല്ലാവരും കൂടി വന്ന് നിന്നിട്ട് ഈ പെൺകുട്ടിയെടുത്ത് രൂപത്തിനെ കാണുന്ന സമയം ഒന്ന് ജനൽ തുറന്ന് കാണുന്നൊരു സമയമാണ്. ആ സമയം ഇവർക്കും കൂടി കാണണമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടി വന്നു നിന്നു. പെൺകുട്ടി ജനൽ അടച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയിരുന്നപ്പോണ്ട് പെട്ടെന്ന് രൂപം അവിടെ വന്നു. പെൺകുട്ടി പറഞ്ഞു, അച്ഛാ രൂപം നിൽക്കുന്നു എന്ന് പറഞ്ഞ് ജനൽ തുറന്നു നോക്കി. പക്ഷേ ഈ പെൺകുട്ടി മാത്രമേ കാണുന്നുള്ളൂ, മറ്റുള്ളവർക്കൊന്നും കാണാൻ പറ്റില്ല. ഈ പെൺകുട്ടി പറഞ്ഞു, ദൂരെ ഇരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെ മുടി പിരുത്തിട്ടിരിക്കുന്നു, അങ്ങനെ വസ്ത്രങ്ങൾ അനങ്ങുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഇവർക്ക് ആർക്കും അത് കാണാൻ പറ്റുന്നത്. ഈ പെൺകുട്ടിക്ക് മാത്രമേ ഈ ഒരു രൂപത്തെ കാണാൻ പറ്റുന്നുള്ളൂ. എന്നാലും അവർ ജനൽ അടച്ചിട്ട് പിന്നെ അവർ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് പെൺകുട്ടിക്ക് ചെറിയ പേടി. കാര്യം മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് മാത്രമല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിക്ക് ചെറിയൊരു ഭയം തോന്നി. എങ്കിലും അച്ഛനും അമ്മയും മറ്റുള്ളവരൊക്കെ ധൈര്യം കൊടുത്തത് കാരണം ഈ പെൺകുട്ടി വീണ്ടും കട്ടയ്ക്ക് നിന്നു. പക്ഷെ എന്നാലും എല്ലാവരും പോയി കിടന്നുറങ്ങി. പക്ഷെ അന്ന് രാത്രി ഈ പെൺകുട്ടി ഉറങ്ങിക്കിടന്നപ്പോൾ പെട്ടെന്ന് എണീറ്റപ്പോൾ ഈ പെൺകുട്ടിയോടൊപ്പം അവിടെ കണ്ട അതേ വെളുത്തു രൂപം കിടന്നുറങ്ങുന്നു. അവൾ ഭയന്നില്ല എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് കഴിച്ച് ലൈറ്റ് ഇട്ടപ്പോൾ രൂപം കാണാനില്ല. വീണ്ടും അവൾ ആ ജനൽ ഗ്ലാസ്സിൽ കൂടി നോക്കിയപ്പം പുറത്ത് ഒന്നുമില്ല. പിന്നെ ഇതിങ്ങനെ നിരന്തരമായി. ഈ പെൺകുട്ടി എവിടെ പോയാലും ഈ രൂപം കാണും. കോളേജിൽ പോകുമ്പോഴത്തേക്കും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തിനൊക്കെ ഇത് വരാറുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഒക്കെ വരാറുണ്ട്. രാത്രി അവിടെ കിടന്നാൽ ജനൽ തുറന്ന് കണ്ടിട്ട്, കാര്യം ചെറിയ ഭയം ആ പെൺകുട്ടിക്കുണ്ടായി. വീട്ടുകാർക്കൊക്കെ ചെറിയൊരു പേടി തോന്നി തുടങ്ങി. ഇതെങ്ങനെ കാണുന്നുണ്ട്, മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് വെച്ചിട്ട് അവർക്കൊരു ചെറിയ ഭയം ഉണ്ടായി. ഇനി ഇത് കുറച്ച് നാളെ ഒരു പരീക്ഷണാർത്ഥമൊക്കെ നോക്കി, ഒന്നും പറ്റാതെ വന്നപ്പോഴത്തേക്കാണ്, അപ്പോഴത്തേക്ക് 5-6 മാസമായി. അപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും അങ്ങനൊരു ഗോസ്റ്റ് അവിടെ ഉണ്ട്, ഒരു പ്രേതം ആ ഭാഗത്തുണ്ട്. അത് ഈ പെൺകുട്ടിയുടെ രൂപസാദൃശ്യമുള്ളതാണെന്നും, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ജീവിച്ചിരിക്കുന്ന ശരീരത്തിൻ്റെ നിറം, മണം, ഗുണം, സ്വഭാവം, ബ്ലഡ് ഗ്രൂപ്പ് ഇതൊക്കെ ചേർന്ന് വരും ഈ മരിച്ച പെൺകുട്ടിയുടെ ഇതുമായിട്ടൊക്കെ. ഈ 2 ചേർന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഘടകങ്ങൾ, 5 ഘടകങ്ങൾ ഏറ്റവും കൂടുതൽ ചേർന്ന് വരുന്ന ആൾക്കാർക്കാണ് ഇത് കാണാൻ പറ്റും, അവരിലേക്കാണ് ഇത് പ്രവേശിക്കാനൊക്കെ ശ്രമിക്കുന്നത് എന്ന് ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഈ പെൺകുട്ടിയുടെ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ള പെൺകുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ആ ആത്മാവ് അതുകൊണ്ട് ഈ ശരീരത്തിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് മറ്റുള്ളവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല.
ഇത് നോക്കിയിട്ട് ഇങ്ങനെ ഒന്നുണ്ട്. ഞാനത് വിശദമായി പറഞ്ഞു കൊടുത്തു. അപ്പോൾ അടുത്തുള്ള ആൾക്കാരെ കൊണ്ട് അവരും പറഞ്ഞു ഇങ്ങനെയൊക്കെ കാണാറുണ്ട്, ഞങ്ങൾ വീട്ടിലുള്ള കുറച്ച് പേരെ കാണാറുണ്ട്, അവരവരെ കൊണ്ട് ശ്രദ്ധിക്കാറൊന്നുമില്ല എന്നുള്ള. അപ്പം പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു ചെറിയൊരു പേടിയുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാര്യം പെൺകുട്ടിക്ക് കല്യാണ പ്രായം നിൽക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ പിന്നെ അത് കുട്ടിയുടെ ജീവിതം തന്നെ വല്ലാണ്ട് അവസ്ഥയിലായി പോകും. അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സാധാരണ എന്താണ് സാർ ഇത് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു പൂജയൊക്കെ ചെയ്ത് നമുക്കിത് മാറ്റാൻ സാധിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് ഒരു വാക്കൂടെ പറഞ്ഞു, മനോധൈര്യം ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് നേരിടാം. ഞാൻ സാധാരണ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്. അത് പറഞ്ഞപ്പോൾ പെൺകുട്ടി പെട്ടെന്ന് അതിനകത്ത് കയറി ഏറ്റെടുത്തു. സാറ് പറഞ്ഞാൽ മതി, മനോധൈര്യം കൊണ്ട് ഞാൻ ഇതിനെ നേരിടണമെങ്കിൽ ഞാൻ നേരിടാം. പക്ഷെ അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. അത് വേണ്ട, നമുക്കിനി ഒരു പരീക്ഷണത്തിന് മുന്നോട്ട് പോകണ്ട എന്ന് അവർ തീരുമാനിക്കുന്നു. എത്ര രൂപയിൽ നമുക്കത് ചെയ്യാം സാറേ എന്ന് അവർ പറയുന്നു. പക്ഷെ പെൺകുട്ടി സമ്മതിക്കുന്നില്ല. എനിക്കൊരു അവസരം തരൂ സാറ് പറയുമ്പോൾ. അപ്പോൾ എൻ്റെ ചോദിച്ചാൽ എന്തെങ്കിലും മാർഗ്ഗം നമുക്ക് ഇതിനു വേണ്ടി ചെയ്യാം. നമ്മൾ ഉണ്ട്, മാർഗ്ഗങ്ങളുണ്ട്, ഞാനത് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അപ്പം പെൺകുട്ടിയുടെ വീട്ടുകാർ അത് ഒട്ടും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, ഇത് ഒരു കാരണവശാലും നമ്മൾ കായികമായി ഉപദ്രവിക്കില്ല. ഇത് നമ്മളെ കാണിച്ചു തരുന്ന രൂപങ്ങൾ കണ്ട് നമ്മൾ പേടിക്കുകയും അതുവഴി നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യുന്ന പല കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടിക്ക് പേടിയില്ല. പക്ഷേ ഇത് ഇങ്ങനെ നിരന്തരം കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു വിഷയം ഉണ്ട്, പേടിയായിട്ട് വരുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് ആ കുട്ടി തന്നെ അതിനെ പ്രതിരോധിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ നിരുത്സാഹപ്പെടുത്തരുത്. നമ്മളുടെ ഒരു എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധ പുറകെ വേണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ കുട്ടി ചെയ്താൽ മതി, നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു പുഷ്പത്തിൻ്റെയോ ഒരു നിലവിളക്കിൻ്റെയോ ഒരു മന്ത്രോച്ചാരണത്തിൻ്റെ ആവശ്യമില്ലാതെ മനസ്സുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പലരും ചോദിക്കും അങ്ങനെ സാധിക്കുമെന്ന്. തീർച്ചയായിട്ടും സാധിക്കും. കാര്യം നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം നഷ്ടപ്പെടുമ്പോഴാണ് ഈ സാധനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമുക്കിതിനെ കാണാൻ സാധിക്കുന്നത്. ഒരിക്കലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യാതെ പോയാൽ പിന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ പോലും ഇതിന് പ്രവേശിക്കാൻ സാധിക്കില്ല. അത് സത്യമാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പ്രകടനമൊക്കെ കാണുമ്പോൾ നമ്മൾ ഞെട്ടി തരിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ പേടി വരും. പക്ഷേ ഒരു പരിധിവരെ ധൈര്യമുള്ളവർക്ക് ഇതൊന്നും സംഭവിക്കില്ല. കാരണം ഞാനും എൻ്റെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരൊക്കെ ഞങ്ങൾ ഒരുപാട് ശ്മശാനത്തിലൊക്കെ പോയിരുന്നുണ്ട് ഇതിൻ്റെ രൂപത്തിൻ്റെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പണ്ട് കാലത്ത് എനിക്കൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ചിലപ്പോൾ കണ്ടാൽ പേടിച്ച് പറയുമായിരിക്കാം, പക്ഷേ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പെൺകുട്ടി കണ്ടു. അങ്ങനെ അവൾ ധൈര്യപൂർവ്വം എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് പറയും പോലെ ഞാൻ ചെയ്യാം. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ പെൺകുട്ടിക്ക് ധൈര്യമുണ്ട്. പക്ഷേ ആ ധൈര്യം എവിടെ വെച്ചോന്ന് ചോർന്നു പോയി കുറച്ച് ഈ രൂപം കണ്ടപ്പോഴായിരിക്കും. അപ്പോൾ അതിനെ തിരിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ് ദൈവികമായിട്ടുള്ള നമുക്ക് ഒരു സംരക്ഷണമാണ് നമുക്ക് വേണ്ടത്. കാര്യം ഈശ്വരാധീനം നമ്മളിലുണ്ടെങ്കിൽ ഇതൊന്നും നമ്മളിലേക്ക് അടുക്കില്ല. അതൊരു പരമമായ സത്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കണക്ക് ചെയ്യുക. ഞാനൊരു മന്ത്രം ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തു. കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നൊരു മന്ത്രം തന്നെയാണ്. അതിനകത്ത് പക്ഷേ ഒന്ന് രണ്ട് വിശേഷ വിധിയായിട്ട് 2-3 പഞ്ചാക്ഷരമൊക്കെ ചേർത്തിട്ട്, ഞാൻ ചേർത്തല്ല, എൻ്റെ ഗുരു പറഞ്ഞു തന്നിട്ടുള്ളൊരു മന്ത്രമാണത്. ഇത് ഏത് ഭാഗത്താണോ ഈ ഗോസ്റ്റിൻ്റെ സാന്നിധ്യം സ്ഥിരം നമ്മൾ കാണുന്നത്, ആ ഭാഗത്ത് ചെന്നിരുന്നിട്ട് കണ്ണടച്ചുകൊണ്ട് അവിടെ നമ്മൾ ചമ്രം പടിഞ്ഞിരിക്കുക. പായോ പേപ്പറോ അങ്ങനെ ഒന്നും ഇടരുത്. വെറും നിലത്ത് നമ്മൾ തെക്കോട്ട് നോക്കി ഇരുന്നിട്ട് ചമ്രം പടിഞ്ഞിരുന്നിട്ട് കണ്ണടച്ചിരുന്ന് ഈ മന്ത്രം 108 പ്രാവശ്യം നമ്മൾ ഉരുവിടണം, ജപിക്കണം. അപ്പം 108 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മന്ത്രമാണ്. പക്ഷേ അതിൻ്റെ ആ മന്ത്രത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അർത്ഥം ഞാൻ ഈ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതായത് ഈ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഭൂതപ്രേത പിശാചുക്കളൊന്നും, അതായത് വാക്കുകളുണ്ട്, അതൊന്നും നമ്മളിലേക്ക് വരാതിരിക്കാൻ മഹാകാളിയമ്മ ഭദ്രകാളിയമ്മ നമ്മളെ സഹായിക്കണം, സംരക്ഷിക്കണം, എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ള അർത്ഥം വരുന്ന ഒരു മന്ത്രമാണത്. അത് അർത്ഥം ഉൾപ്പെടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്ത് ഈ പെൺകുട്ടിയെ കൊണ്ട്, അത് അടുത്ത ദിവസമൊക്കെയാണ്, അന്നല്ല അടുത്ത ദിവസം എൻ്റെ ഓഫീസിൽ വന്നിരുന്നു, അതൊക്കെ കൊണ്ട് അതിനെ പഠിപ്പിച്ച് മനസ്സിലാക്കിച്ച് ഞാനിരുന്ന് ജപിക്കുന്ന എൻ്റെ പൂജാമുറിയിൽ ഒരു ക്ഷേത്രം പോലെയാണ്, അവിടെ കൊണ്ടിരുത്തി ഈ കുട്ടിയെ നന്നായി ജപിച്ചു, തീർത്ഥമൊക്കെ കൊടുത്ത്. അപ്പോൾ അതിനൊരു എല്ലാ മനോധൈര്യം കിട്ടി. ഞാൻ പറഞ്ഞു 21 ദിവസം, അത് 2 പ്രാവശ്യമായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ പെൺകുട്ടി ആയതുകൊണ്ട്, അത് ചെയ്യണം. ശാരീരിക തുടക്കം വന്നാൽ 9 കഴിഞ്ഞ് 10ൻ്റെ തൊട്ടേ ചെയ്യാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെൺകുട്ടി അവിടെ ഇരുന്ന് ജപിച്ചു.
എവിടെയാണോ അടക്കം ചെയ്തെന്ന് പറഞ്ഞ സ്ഥലം ഒരു ചെറിയ തെങ്ങോ എന്തോ ഉണ്ടായിരുന്നു, അതിൻ്റെ ചുവട്ടിൽ ചെന്നിരുന്നിട്ട് സന്ധ്യയ്ക്ക് ശേഷം, പകലൊന്നുമല്ല സന്ധ്യയ്ക്ക് ശേഷം തെക്കോട്ട് നോക്കിയിരുന്നിട്ട് ഈ മന്ത്രം ആദ്യം കുട്ടി കാണാതെ പഠിച്ചു. ഞാൻ പറഞ്ഞു നിലവിളക്കിന് മുമ്പിലിരുന്ന്, വീട്ടിലിരുന്ന് നിലവിളക്ക് മുമ്പിലിരുന്ന് ഇത് ജപിക്കണം. ജപിച്ചതൊരു 1008 ഉരുവെങ്കിലും കൊണ്ട് നമുക്കതിൻ്റെ ഉപാസന ചെയ്യണം. ചെയ്തതിന് ശേഷം അതിന് കുറച്ച് രീതികളുണ്ടല്ലോ, അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ആ പെൺകുട്ടി അത് അക്ഷരം പ്രതി അനുസരിച്ചിട്ട് ആ മണ്ണിൻ്റെ ഭാഗത്ത്, ആ അടക്കം ചെയ്ത ഭാഗത്ത് പോയിരുന്നിട്ട് ധൈര്യപൂർവ്വം സധൈര്യം അത് ജപിച്ചു. ഞാൻ പറഞ്ഞു അത്രയും ദിവസം ജപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരിക്കലും ഈ സാധനത്തിനെ, അതായത് ഈ വെളുത്ത രൂപത്തിനെ പെൺകുട്ടി കണ്ടിട്ടില്ല. അതായത് ജപിച്ചൊരു 7 കഴിഞ്ഞതിന് ശേഷം ഈ രൂപത്തിനെ കാണാറേ ഇല്ല. പിന്നീട് ദിവസവും എന്നെ വിളിച്ചിട്ട് ഓരോ ദിവസവും ഇത് കഴിഞ്ഞ അടുത്ത ദിവസം രാവിലെ, അത് ഉച്ചയ്ക്ക് മുമ്പ് എന്നെ വിളിക്കും, ഇന്നലെ സാറ് ജപിച്ചു, ഒരു പ്രശ്നവുമില്ലായിരുന്നു, എനിക്ക് നല്ല ധൈര്യം കിട്ടുന്നു, അതിനെ ഞാൻ കാണാറില്ല. അങ്ങനെ 21 ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിക്ക് പിന്നീട് ഒരുപാട് നാൾ എനിക്ക് ആ കുട്ടിയുടെ അച്ഛനുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. മോൾക്ക് അങ്ങനൊരു വിഷയമേ ഇല്ല. കല്യാണം കഴിഞ്ഞു, സന്തോഷമായി പോയി. ഒരു കുട്ടി എന്തോ ഒക്കെ ആകുന്നത് വരെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ. പുള്ളിയെ ഞാനോട്ട് സംസാരിക്കുമായിരുന്നു. ഒരു പ്രശ്നമില്ലാതെ പെൺകുട്ടി പോയി എന്നുള്ളതാണ്. 1 രൂപയുടെ ചിലവില്ല. ഓഫീസിൽ വന്നപ്പോൾ എനിക്കിട്ട് ദക്ഷിണ മാത്രമാണ് അവർക്ക് ചിലവായത്. ഇത്രയും പ്രത്യക്ഷത്തിൽ കണ്ട ഈ രൂപം അവസാനം പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് ഈ പെൺകുട്ടി എവിടെ പോയാലും ആ കൂട്ടത്തിൽ വന്നുകൊണ്ടിരുന്ന്, എന്നിട്ട് പോലും ആ പെൺകുട്ടി അതിന് തയ്യാറായപ്പോൾ, മനോധൈര്യം കൊണ്ട് തയ്യാറായപ്പോൾ അതിനെ നിസ്സാരമായി നമുക്ക് 1 രൂപയുടെ ചിലവോ ഒരു മന്ത്രോച്ചാരണത്തിൻ്റെ, അതായത് മറ്റൊരാളുടെ സഹായമില്ലാതെ അതിനെ ഓടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒന്ന് കണ്ടാൽ തന്നെ ഒരുവിധപ്പെട്ട ആൾക്കാർ അതോടുകൂടി കാര്യത്തിൽ തീരുമാനമാകും. ആ കണ്ട സ്ഥലത്ത് വീണ്ടും ഇതേ കണക്ക് ഒറ്റയ്ക്ക് ചെന്നിരുന്ന് രാത്രി ഈ മന്ത്രം ഏകാഗ്രമായിട്ട് ചൊല്ലണമെന്ന് പറഞ്ഞാൽ, ഏകാഗ്രമായിട്ട് ചൊല്ലണമെന്ന് വെച്ചാൽ ചുമ്മാ നമ്മൾ കാണാതെ പാട്ട് പാടും പോലെ പാടിയേ വരാം. 108 ഒരു മാലയുണ്ട് കയ്യിൽ, 108 മുത്തിൻ്റെ, ഇത് വെച്ചിങ്ങനെ 108 പ്രാവശ്യം നമ്മളത് ജപിക്കണം. സമയങ്ങളെടുക്കും. പക്ഷേ ആ കുട്ടി വളരെ ഭംഗിയായിട്ട് ചെയ്തു. അതതിൻ്റെ ധൈര്യമാണ്. ഈ ധൈര്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു പരിഗണന ഉള്ളതുകൊണ്ട് ദൈവം കുറച്ച് കൂടുതൽ ധൈര്യം കൊടുത്തതൊന്നുമല്ല, നമുക്കൊക്കെ തന്ന കണക്കുള്ളത് ആ പെൺകുട്ടിയിലും ഉണ്ട്. പക്ഷേ അത് വളർന്നു വന്ന സാഹചര്യത്തിലും അതിൻ്റെ അച്ഛനും അമ്മയ്ക്ക് അതിനെ ഇങ്ങനെ ഒരുപാട് ഈ രീതിയിൽ, അതായത് ധൈര്യം കൊടുത്ത് വളർത്തിയത് കൊണ്ട് ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയെങ്കിലും അതിനെ തിരിച്ചു പിടിക്കാൻ ധൈര്യം ഉപകരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ആ പെൺകുട്ടി അതിനെ ഇറങ്ങി തിരിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ പ്രേതം നാണം കെട്ട് തിരിച്ചു പോയെന്നുള്ളതാണ്. ആ പ്രേതത്തിന് പിന്നെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് പോയി അതിൻ്റെ പാടിന്. പിന്നെ ആർക്കും അതുകൊണ്ടുള്ള ഉപദ്രവം ഉണ്ടായിട്ടില്ല. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ 4-5 പോറ്റിമാരൊക്കെ വന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ട് വലിയ ഒരു പൂജാവിധിയിൽ കൂടി തീർക്കേണ്ടുന്ന സംഭവമാണ്. ഈ ഒരു പെൺകുട്ടിയുടെ ധൈര്യവും ഒരു ചെറിയൊരു മന്ത്രവും കൊണ്ട് 21 ദിവസം കൊണ്ട് അതിനെ പൂർത്തിയാക്കി. പിന്നീട് ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, കുറേ വർഷങ്ങളോളം എനിക്ക് അവരെ അറിയാമായിരുന്നു, ഒരു പ്രശ്നവും ആർക്കും ഈ പെൺകുട്ടിക്ക് നല്ല ഒരാൾക്ക് പോലും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ അന്തരീക്ഷം തന്നെ പവർഫുള്ളാവുകയാണ്, ഈശ്വരാധീനം കൊണ്ട് നിറയുകയാണ്. ഇങ്ങനെയുള്ള നെഗറ്റീവുകളൊക്കെ ഓടി ഒളിക്കുമെന്നുള്ളതാണ്. പക്ഷെ അത് ചൊല്ലാൻ ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങളെപ്പോലുള്ളവർ ആ ധൈര്യം കാണിക്കുന്നുണ്ട്, ഞങ്ങൾ അവിടെ വന്ന് ചൊല്ലുന്നത് കൊണ്ടാണ് പിന്നെ ആ ഭാഗത്തൊന്നും ഇത് വരാത്തത്. പക്ഷെ അത് ചെറിയ ചിട്ടവട്ടങ്ങളോടുകൂടി ആർക്ക് ചെയ്താലും അത് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ ആദ്യം വേണ്ടത് മന്ത്രം കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ അത് സിദ്ധി ചെയ്യുകയോ അല്ല, മനോധൈര്യമാണ്. മനോധൈര്യം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഗോസ്റ്റുകളെ, പ്രേതങ്ങളെ നമുക്ക് നേരിടാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതാണ്, ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടാലേ അത് പൂർണ്ണമായും നമുക്ക് എന്തെന്ന് മനസ്സിലാക്കി പരിഹരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അത് ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്ന് അത് പരിഹരിക്കാനുള്ള മാർഗ്ഗമുണ്ട്, ജ്യോതിഷം അറിയാനുള്ള മാർഗ്ഗമുണ്ട്. അതും തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക.
ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.